പെരുന്നാൾ നിസ്കാരം, മുസ്ലിമായ മനുഷ്യന്റെ പെരുന്നാൾ നിസ്കാരം അത് പള്ളികളിലാണ്. മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളൊക്കെ അതിൽ യോജിക്കുകയാണ്. പള്ളി വിശാലമല്ലാത്ത സമയത്ത്, പള്ളിയിൽ വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈദ്ഗാഹുകളിൽ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ചില മദ്ഹബുകളിൽ ഈദ്ഗാഹുകളെ കുറിച്ച് കാണാം. ആ ഈദ്ഗാഹുകൾ പ്രത്യേക നിബന്ധനയൊത്ത പ്രദേശങ്ങളാണ്. കാലികളോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും കടന്നു കയറാതെ വളരെ സുരക്ഷിതമായി കെട്ടിത്തിരിച്ച് അതിനുവേണ്ടി സൗകര്യപ്പെടുത്തിയ ഇടങ്ങൾ ചില മദ്ഹബുകളിൽ കാണാം. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന മുസ്ലിം സഹോദരങ്ങൾ ഐക്യപ്പെട്ടു നിൽക്കേണ്ട സമയത്താണ് നമ്മളുള്ളത്. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് ഒരു പെരുന്നാളിന്റെ ദിവസം ഒരു മഹല്ലിലെ കുറെ ആളുകളെ വിളിച്ചു കൊണ്ടുപോയി വല്ല കാലിച്ചന്തയിലോ കളിസ്ഥലത്തോ ടർഫുകളിലോ സ്റ്റേഡിയങ്ങളിലോ തെരുവുകളിലോ നിസ്കാരം എന്ന പേരിൽ നടത്തുന്ന ഈ സർക്കസുകൾ അത് നിസ്കാരത്തിന്റെ പരിധിയിലെത്തുമോ എന്നറിയില്ല. ആളുകൾ കാർക്കിച്ചു തുപ്പുന്ന റോഡുകൾ, കുട്ടികൾ കളിച്ച് ചവിട്ടി തേച്ച് അവരുടെ തുപ്പലും ഉമനീരും ചെളിയും എല്ലാം പുരണ്ട ടർഫുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും കാലികളെ കച്ചവടം ചെയ്യുന്ന ചന്തകൾ, അവിടെയൊക്കെ അതിന്റെ മൂലയിലൊക്കെ കുറെ ആളുകളെ കൂട്ടി നടത്തുന്ന ഈ പ്രഹസനം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം എന്ന നിലയിൽ ഈ ദിവസം അവർ പള്ളിയിലേക്ക് വരട്ടെ, പരസ്പരം കാണട്ടെ, പരസ്പരം ആശംസകൾ പങ്കുവെക്കട്ടെ, അവരുടെ മുൻഗാമികളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യട്ടെ. അതൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഓരോ മഹല്ലിലെയും കുറച്ച് ആളുകളെ അടർത്തിയെടുത്ത് ഏതെങ്കിലുമൊക്കെ കാലിച്ചന്തകളിൽ കൊണ്ടുപോയി നടത്തുന്ന ഈ പ്രഹസനം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ആഗ്രഹിക്കുന്നവരെ, ഫാസിസം തലയ്ക്കുമീതെ നിൽക്കുന്ന ഈ നേരത്ത് ബംഗാളിന്റെ വർത്തമാനങ്ങൾ നമ്മൾ വായിക്കുന്നു. ആ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് മഹല്ലത്തുകളിൽ ഉണ്ടാക്കുന്ന അത്തരം ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കേണ്ടതാണ്. അതുമാത്രമല്ല, അതൊന്നും ഒരു മദ്ഹബിന്റെ ഇമാമിങ്ങളും അംഗീകരിച്ചതല്ല. മുൻഗാമികളുടെ മാതൃക അങ്ങനെയല്ല. പള്ളികളിൽ ഒത്തുകൂടി സുഗന്ധം പുരട്ടി, പള്ളികളെക്കാൾ നല്ല സ്ഥലം എവിടെയാണുള്ളത്? ആ പള്ളികളിൽ നടത്തുന്ന തക്ബീറുകളുടെ അകമ്പടിയുള്ള സുഗന്ധമുള്ള പെരുന്നാൾ നിസ്കാരങ്ങൾ, പരസ്പരമുള്ള ആലിംഗനങ്ങൾ, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമല്ലേ? ഹൃദയത്തോട് ഹൃദയം ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ആലിംഗനങ്ങൾ, ആശംസാ വചനങ്ങൾ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ഐക്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ഐക്യം നൽകുമാറാകട്ടെ. മുസ്ലിം സഹോദരങ്ങൾ നിസ്കാരങ്ങൾക്ക് അതുകൊണ്ട് പള്ളികൾ, അതാത് മഹല്ലുകൾ തിരഞ്ഞെടുക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പരം നമ്മുടെ കാരണവന്മാർ, നമ്മുടെ കുഞ്ഞുമക്കൾ, അടുത്ത തലമുറ, ഇവരെയൊക്കെ കാണാൻ കിട്ടുന്നൊരവസരം, നമ്മുടെ മുൻഗാമികളുടെ ഓർമ്മ പുതുക്കാൻ കിട്ടുന്നൊരവസരം, അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ.